അപ്പോൾ പഠന വൈകല്യങ്ങൾ, ഒരു കുട്ടി പഠനത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്നത് പഠിച്ചു. അപ്പൊ ഏതൊക്കെയാ പഠന വൈകല്യം? നമുക്കൊന്ന് പഠിക്കാം. വായിക്കാനുള്ള ബുദ്ധിമുട്ടിനെ നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയും. ലെക്സിക്കൺ എന്ന് പറയുന്നത് വാക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്, ഒരു പദമാണ്. അപ്പോൾ ഡിസ്ലെക്സിയ വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇനി എഴുതാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്ഗ്രാഫിയ എന്ന് പറയാം. നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഡിസ്ഗ്രാഫിയ എഴുത്തിലുള്ള ബുദ്ധിമുട്ടാണ്. ഇനി കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പേരില്ലേ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവില്ലേ? അപ്പോൾ ഗണിതക്രിയകളിലുള്ള അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയും. കാൽക്കുലേഷൻ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തൂടെ? ഒക്കെയാണ്. അപ്പൊ ചലന ഏകോപനം, കൈകാലുകളുടെയോ അല്ലെങ്കിൽ ശാരീരിക അവയവങ്ങളുടെ ചലന ഏകോപനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ ഡിസ്പ്രാക്സിയ എന്ന് പറയും. എന്താണ് ഡിസ്പ്രാക്സിയ? ഇനിയോ ഭാഷാപരമായിട്ടുണ്ടാകുന്ന വൈകല്യങ്ങളെ നമുക്ക് എന്ത് പറയാം? ഭാഷാപരമായിട്ടുള്ള വൈകല്യങ്ങളാണ് അഫാസിയ എന്ന് പറയുന്നത്. എന്തെന്നാടാ പറയാ? അഫാസിയ. ഇനി അക്ഷര വിന്യാസത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഡിസോർത്തോഗ്രാഫിയ എന്ന് പറയാം. പുതിയൊരു പേരല്ലേ, ഓർത്ത് വെച്ചോ. അക്ഷരവിന്യാസത്തിൽ കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടാണ് ഡിസോർത്തോഗ്രാഫിയ. അങ്ങനെയാണെങ്കിലേ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കുട്ടികൾ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്. അതേതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ, ഒന്ന് കമന്റിൽ പറഞ്ഞു.